മൂക്കിൽ ആരോ പിടിച്ചുലയ്ക്കുന്നത് പോലെ തോന്നിയിട്ടാണ് നിള കണ്ണു തുറന്നത്. മുന്നിൽ അവളെ തന്നെ നോക്കി ബെഡിലിരിക്കുന്ന വിശ്വജിത്ത്. അവളൊന്ന് കണ്ണു ചിമ്മിവിട്ടു. എന്തുറക്കമാണിത്? എന്തേ ഈ രാത്രി മുഴുവൻ എനിക്ക് നൽകാനാണോ ഉറക്കം മുഴുവൻ പകല് തീർക്കുന്നത്? അയ്യടാ! അവൾ എഴുന്നേറ്റിരുന്നു. വിശ്വജിത്തിന്റെ നോട്ടം അവളെ തന്നെ തങ്ങി നിന്നു. അവളെങ്ങ് അലിയിച്ചു കളയും വിധമുള്ള നോട്ടം. ആ നോട്ടത്തെ നേടാനാവാതെ നില ഒരു കൈകൊണ്ട് അവന്റെ കണ്ണുപൊത്തി. അവൻ ആ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവനോട് ചേർത്തു. നിള. നെഞ്ചിൽ വന്നു പതിഞ്ഞിരുന്നവൾ മുഖമുയർത്താൻ മടിച്ചു. നിള. ഇടതു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് വലതു കൈ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചവൻ വീണ്ടും വിളിച്ചു. വളരെ നേർത്തു പോയൊരു മൂളൽ. നോക്ക്. നിളയുടെ മിഴികൾ അവന് നേരെ ഉയർന്നു. അവന്റെ കണ്ണിൽ അലയടിക്കുന്ന ഭാവം കാണേ അവളുടെ മിഴികളൊന്ന് വെട്ടി. ഞാനൊന്ന് ഉമ്മ വയ്ക്കാനേ. അവളുടെ ചെവിയോരം മുഖം താഴ്ത്തി അവൻ പയ്യെ മന്ത്രിച്ചു. ആ വാക്കുകൾ അവളിലേക്ക് ഇറങ്ങിച്ചെല്ലും മുന്നേ നെറ്റിയിലൊരു തണുപ്പ് അവൾ അറിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ ആ തണുപ്പ് അവിടെ തങ്ങി നിന്നു. കവളിയുടെ ഒരു തരിപ്പ് പടർന്നു വരുന്നതിനൊപ്പം നെറ്റിയിലെ ആ തണുപ്പ് മൂക്കിലൂടെ താഴേക്ക് വഴി തേടി തുടങ്ങി. നിള കണ്ണുകളടച്ച് അവനെ മുറുകെ ചുറ്റിപ്പിടിച്ചു. മൂക്കിലൂടെ അരിച്ചിറങ്ങിയ തണുപ്പ് ചുണ്ടിൽ വന്ന് വിശ്രമിച്ചതും നിളയുടെ പിടി അവനിൽ മുറുകി. ഏതാനും നിമിഷങ്ങൾ രണ്ടുപേരുടെയും ശ്വാസം കനത്തു നിന്നു. അറിയാതെ തന്നെ നിലയിൽ നിന്നൊരു മൂളിച്ച പുറത്തു വന്നു. ആ നിമിഷം അവളുടെ കീഴ്ചുണ്ടിന് അവനൊന്ന് നുണഞ്ഞു. ആദ്യ ചുംബനം നൽകുന്ന മധുരത്തിൽ രണ്ടാളും ഒരുപോലെ അലിഞ്ഞുപോയി. ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ നിയന്ത്രണങ്ങളൊക്കെ കൈവിടാൻ തുടങ്ങിയിരുന്നു. സമയവും സന്ദർഭവും ശരിയല്ലെന്ന തിരിച്ചറിയിൽ വിശ്വജിത്ത് തന്നെ സ്വയം പിന്മാറി. നിള അവനെ നോക്കാൻ മടിച്ച് അവന്റെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഇതിന്റെ ബാക്കി രാത്രി തരാം. അവൻ അവളെ മുറുകെ ചുറ്റിപ്പിടിച്ച് നാട്ടി. നില ചിരിയോടെ കണ്ണടച്ചു. ആ ഇരിപ്പിൽ നിന്ന് നാടരാൻ രണ്ടാളും മടിച്ചു. പോയി മുഖം കഴുകുക. സമയം 5:30 ആയെന്ന് കണ്ട് വിശ്വജിത്ത് അവളിൽ നിന്ന് പിടിവിട്ട് എഴുന്നേറ്റു. അവളൊന്ന് മുഖം ചുളിച്ചു. അവൻ ചിരിയോടെ നടുവിൽ ചുറ്റിപ്പിടിച്ചവളെ പൊക്കി ബെഡിൽ നിന്ന് താഴേക്ക് ഇറക്കി. വേഗം പോയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അവൻ അവളെ ബാത്റൂമിന്റെ വാതിക്കലേക്ക് ആക്കി. നില അങ്ങ് കയറിപ്പോയതോ മായാത്തൊരു പുഞ്ചിരിയോടെ അവൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് മുടി മാടി ഒതുക്കി. മുഖം കഴുകി നില പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവന്റെ മുടി ഒതുക്കൽ കഴിഞ്ഞിട്ടില്ല. മതി, ഇനി ഞാൻ. നീല അവന്റെ മുന്നിലേക്ക് കടന്നു നിന്നു. വിശ്വജിത്ത് അവളെ ഒരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അവന്റെ കയ്യിൽ ഒതുങ്ങി നിന്ന് തന്നെ മുടി ഒതുക്കി വെച്ചു. വിശ്വജിത്തിന് അവളെ കണ്ടിട്ടും കണ്ടും മതി വരാത്ത പോലെയാണ്. അവന്റെ ആ നിൽപ്പും നോട്ടവും കണ്ടവൾ തിരക്കി. ഒന്നും പറയാതെ അവൻ അവളുടെ ഇടം കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. നിലയ്ക്ക് ഇടതുവശമാകെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. അവൾ തോളുകൂച്ചി. വിശ്വജിത്ത് അവൾ അങ്ങനെയെ ഒന്നുകൂടെ മുറുകെ പിടിച്ച് മുഖം ഉയർത്തി കവളൊരുമ്മ വെച്ചു. ഇനി നിന്നാൽ ശരിയാവില്ലേ, വാ. അവൻ അവളുടെ തോളിൽ ഒന്ന് തട്ടി വാതിക്കലേക്ക് ചെന്നു. നില മുഖമൊക്കെ തുടച്ച് കണ്ണാടിയിൽ നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവനടുത്തേക്ക് ചെന്നത്. വാതിൽ തുറന്ന് ആദ്യം വിശ്വജിത്താണ് പുറത്തേക്ക് കടന്നത്. ലിവിംഗ് റൂമിൽ ആരുമില്ലായിരുന്നു. അടുക്കളയിലും പന്തലിലും ഉമ്മറത്തും ആളുകളുടെ സംസാരം കേൾക്കാം. വാ. അവൻ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് ചെന്നു. വാ പിള്ളേരെ, 1 മണിയാവാൻ കണ്ട് ഊണ് കഴിച്ചതല്ലേ രണ്ടാളും, വിശക്കൊന്നില്ലേ നിങ്ങൾക്ക്? അവരെ കണ്ടതും ബിന്ദു വേഗം ഒരു പാത്രം തുടച്ചെടുത്തു. വിശപ്പൊക്കെ ഉണ്ട്, എന്താ കഴിക്കാനുള്ളത്? വിശ്വജിത്ത് അടച്ചു വച്ചിരുന്ന പാത്രങ്ങൾ തുറന്നു നോക്കി. ദേ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് ഇരുന്നോ മോളെ. പഴംപൊരി പാത്രത്തിലേക്ക് എടുത്തു വെച്ച് അടുക്കളയിൽ തന്നെയുള്ള ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ അടുത്തെ 2 കസേര കൂടി നീക്കിയിട്ട് കൊടുത്തു അവർ. ഇതാ കഴിച്ചോ, നിന്റെ ഫേവറേറ്റ് അല്ലേ. വിശ്വജിത്ത് ഒരെണ്ണം എടുത്തിട്ട് ബാക്കി പ്ലേറ്റ് അങ്ങനെയേ അവൾക്ക് നീക്കി വെച്ചു കൊടുത്തു. നില ഇഷ്ടത്തോടെ തന്നെ എടുത്തു കഴിച്ചു. ബിന്ദു രണ്ടാൾക്കും ഓരോ ചായയും പകർത്തി കൊടുത്തു. ക്ഷീണമൊക്കെ പോയില്ലേ മോളെ? അവര് നിലയുടെ തലയിലൊന്ന് തടവി. അവരൊക്കെ എന്തിയെ? അപ്പുറത്തുണ്ട്, രാത്രിക്കുള്ള ഭക്ഷണം തയ്യാറാക്കാണ്. ഇവിടെ കുഞ്ഞി പന്തലും വെപ്പുകാരുമുണ്ട്. പുറത്തെ ശബ്ദം അകത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ജിത്തു പുറത്തെങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ മോളെ വൃന്ദയുടെയും സേതിനും അടുത്ത് ആക്കിയിട്ട് പോണട്ടോ, അവര് മുകളിലുണ്ട്. ബിന്ദു അടുക്കളവാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങിയതും വിശ്വജിത്ത് തല നീട്ടി നിലയുടെ കയ്യിലിരുന്ന പഴംപൊരിയിൽ ഒരു കടി കടിച്ചു. എന്താ? അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നില ഒന്ന് പിന്നോക്കം വാങ്ങി. ഒന്നുമില്ല, വേഗം കഴിക്കേ.
ഞാൻ മുകളിലേക്ക് ആക്കിത്തരാം. എന്നിട്ട് ഞാൻ അവന്മാരുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. നിളയെ വൃന്ദയുടെ റൂമിന്റെ വാതിക്കലേക്ക് ആക്കി വിശ്വതി തിരിച്ചിറങ്ങി. മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങി പോകുന്നവനെ നിള അവിടെ തന്നെ നിന്ന് നോക്കി. അവൾ പോലും അറിയാതെ നാണം കലർന്ന ചിരി അവളുടെ ചൊടികളിൽ വന്നു തങ്ങി. തുടരും സ്നേഹത്തോടെ അഭിനയം.